വന്ന് 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 വന്നാണെന്ന് ഒരുപാട് പേര് സഭായോഗങ്ങളിൽ കൂടുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. ചെറുപ്പക്കാർ, അടുത്ത തലമുറക്കാർ പലരും സഭായോഗങ്ങളിൽ കയറുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട്. അത് തന്നെയുമല്ല, അതിനപ്പുറത്ത് കടന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സാക്ഷികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് സാരമില്ല എന്നുള്ളതാണ്. നമ്മുടെ സഹോദരന്മാരിൽ പലരും കോളേജ് അധ്യാപകന്മാർ ഇവിടെയുണ്ട്. ഒരു പെന്തിക്കോസുകാരനെ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൾ പിടിച്ച പറയടാന്ന് പറഞ്ഞു. അപ്പോൾ പെന്തിക്കോസുകാരൻ പ്രിൻസിപ്പൾ ടീച്ചർ വെളിയിലിരിപ്പുണ്ട്. അപ്പോൾ ഇവന് മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എത്ര കഴിച്ചിടാന്ന് ചോദിച്ചു. പ്രിൻസിപ്പൾ ചോദിച്ചു, അയ്യോ പെന്തിക്കോസുകാരുടെ യോഗത്തിൽ ഇത് പറയാം, പറഞ്ഞേ തീരൂ, ഇത് പറഞ്ഞേ തീരുവുള്ളൂ, മൂടാൻ പറ്റുകയില്ല. അവൻ പറഞ്ഞ് 4 ബഗ് കടിച്ചേച്ചാ വന്നെന്ന് പറഞ്ഞു. ആ പ്രിൻസിപ്പള് നമ്മുടെ ആറ് ചെന്നപ്പം മുഖത്തോട്ട് നോക്കി. ഈ 4ാം തലമുറ കഴിഞ്ഞവരുടെ കാര്യമായി പറഞ്ഞത്. മക്കളെയൊക്കെ ചൊവ്വെ നോക്കിക്കോണം കേട്ടോ, അല്ലെങ്കിൽ അവരാ വഴിക്ക് പോവും. ചെറുക്കന് മോട്ടോർ സൈക്കിൾ ഉള്ളത് നല്ലതാ, കാറുള്ളത് നല്ലതാ. എന്നാൽ മഷ്റൂം വെട്ടും മുടിയും കാലും കോലും എല്ലാം വെച്ച് ഇവനെ വളർത്തരുത്. ഇവനെ കണ്ടാൽ ഒരു പേക്കോലമാകരുത്. അപ്പനും അമ്മയും സൂക്ഷിക്കണം. പെമ്മക്കളെ വീട്ടിൽ ഇരുത്തിയേച്ച് മാസയോഗത്തിന് നീ പോകരുത്. അപകടമാണ്. ഇന്ന് ലൈംഗിക പീഡനം, ചെറുപ്പക്കാർ ഈ ഫോട്ടോ എല്ലാം കണ്ടേച്ച് ഭ്രാന്തന്മാരായി നടക്കുക. ഞാൻ ഒരുത്തിനടുത്ത് വരുമ്പോൾ തന്നെ വളരെ ദൂരം സൂക്ഷിച്ച് നോക്കുവൻ എന്താ വരുന്നത്, തട്ടാൻ വരികയാണോന്നാ പേടിയാ. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ ഇവൻ വണ്ടിയുടെ അടുത്തൂടെ വന്നിട്ട് കയറ്റിയേച്ച് പോകുമെന്നുള്ള പേടിയുണ്ട് കേട്ടോ. ചില ആളുകൾ ധരിച്ചോണം. ഇപ്പം നമുക്ക് സ്കൂട്ടറുണ്ട്, പെൺപിള്ളേരെല്ലാം ലെഗിൻസും ഒക്കെ ഇട്ട് സ്കൂട്ടറിലൊക്കെ ഇങ്ങനെ ചെത്തുന്നുണ്ട്. ഒരു ദിവസം നീ ആപ്പിലാകാതിരിക്കാൻ സൂക്ഷിച്ചോണം കേട്ടോ. ഇത് വാണെങ്കിൽ തരിക. കാരണം ഈ പെന്തിക്കോസി മുങ്ങിയേച്ച് സഭയെ ചതിക്കരുത്. അല്ലെ സഭയിൽ നിന്ന് പൊക്കോ, നിനക്ക് സിനിമ കാണണോ പൊക്കോ, നിനക്ക് മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യണോ പൊക്കോളാരേ, ഇങ്ങോട്ട് വരരുത്. ദൈവത്തെ ഓർത്ത് സഭയെ ചതിക്കരുത്. സഭയിൽ നിന്നുകൊണ്ട് ഈ പണി കാണിക്കരുത്. ഏതാ ഞാൻ പലതും വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ട് നകളിച്ച് എത്ര ആൾക്കാർ ഈ ദിവസങ്ങളിൽ അത് എലി പോലെ വണ്ടിക്കടിയിൽ പോയി ചാകുക. 11 കുട്ടികൾ, പെന്തിക്കോസിലുള്ള കുഞ്ഞുങ്ങൾ വണ്ടി അപകടത്തിൽ മരിച്ചു. പാഷക്ക് എങ്ങനെയാണ് കണക്ക് കിട്ടിയതാ ഞാൻ വേണേ പറയാം. അപ്പന്മാർ മേടിച്ചു കൊടുക്കുന്ന 16 വയസ്സായ മകന് റോയൽ എൻഫീൽഡ് 100 മൈൽ സ്പീഡിൽ കത്തിക്കാവുന്ന സാമാനം അങ്ങോട്ട് മേടിച്ചു കൊടുത്തു. പിള്ളേർ കയറി ഒരു ചെത്ത, 2 കൂടെ വണ്ടിക്കടിയിൽ പോ. നിങ്ങൾ മനസ്സിലായോ? ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? സ്തോത്രം. ഇവിടെ കേട്ട് നല്ല രോഗശാന്തി കേട്ടാൽ ഉടനെ സന്തോഷം. വേർപാട് പാലിക്കാൻ പാടുണ്ടെന്ന്, ഇതിന് വില കൊടുക്കാൻ പാടുണ്ട്. ഇത് സന്തോഷമാണ്. കർത്താവ് നല്ല സൗഖ്യം തന്ന സന്തോഷം, നല്ല ഉണർവ് പാട്ട ഒക്കെ നല്ലതാ. പക്ഷെ വേർപാട് പാലിക്കണം. ഇന്ന് ഈ ഒരു സാധനം വാസ്തവത്തിൽ എന്നതായത് എനിക്കിപ്പോൾ ഒന്നും മേല. നാടൻ ഈ ലോക്കൽ ഫോൺ ഉപയോഗിക്കാൻ അതും അറിയാൻ മേല, ഇതും അറിയാൻ മേല. തിരിച്ചും മറിച്ച് നോക്കിയിട്ട് എല്ലാം തെറ്റുക. അപ്പം പിന്നെ നിവൃത്തിയില്ല, ഇതിനെ നോക്കിപ്പോവുക. പിള്ളേർക്ക് വെളിയിൽ നിന്ന് വിളിക്കണം, കാണണം എന്നൊക്കെയാണ് പറയും. വലിയ പാടാ. ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാൻ മേല. എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി, ഇത് നമ്മളെ എല്ലാം കൊലക്കയറി വരുന്ന നല്ലത് കാര്യമുണ്ട്. സൂക്ഷിച്ചോണം കേട്ടോ, വേർപാട് പാലിക്കണം. ഒരു വീട്ടിൽ 6 ഫോണ്, 5 മക്കള്, ഭാര്യയ്ക്ക് ഒക്കെ നല്ലതാ. പക്ഷെ ഇതെല്ലാം അപകടത്തിൽ ചെന്ന് ചാടരുത്. വേർപാട് പാലിക്കണം. അവർ വേർപെട്ടവരായിരിക്കണം ദൈവസഭയിലുള്ളവർ കേട്ടോ. നിന്റെ നടപ്പ്, നിന്റെ എടുപ്പ്, നിന്റെ വസ്ത്രം, നിന്റെ വാഹനം ഒക്കെ നല്ലതാ. പക്ഷേ ഞാൻ ആരാണെന്നുകൂടി ഓർത്തോണം. നീ ഒരു സഭയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. അവൻ്റെതായ സ്റ്റാറ്റസ് പാലിക്കണം. നീ അറിയുന്നില്ല നിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആരാന്ന്. നിന്നിൽ താമസിക്കുന്ന ദൈവമാ അല്ലേ? നിന്റെ ഉള്ളിൽ താമസിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വാസമുണ്ടോ? ഞാനൊരിക്കൽ ഒരാളോട് പറഞ്ഞു, സത്യമാണോ? പേടിച്ചു പോയാൾ. നിന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. നീ ദൈവത്തിൻ്റെ കോടതി ഉണ്ടല്ലോ, കോടതി.
കോടതിയിൽ മജിസ്ട്രേറ്റ് വിസ്താരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥലത്തെ ഒരു RDO ഒച്ചയെ വർത്താനം പറഞ്ഞുകൊണ്ട് പോയി. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വിസ്താരം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് വലിയ ഒച്ചയിൽ പോലീസിനോട് പറഞ്ഞ് അയാൾ മാനേജർ പിടിക്കാൻ പറഞ്ഞു, കയറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലാണ്, കയറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ആരാണ്ട് വന്ന് മജിസ്ട്രേറ്റിനോട് പറഞ്ഞു, പുള്ളി RDO പിന്നെ മറ്റേ ഏതാണ്ട് അഗ്രികൾച്ചർ ഓഫീസോ ഏത് ഓഫീസറാണേലും വൈകുന്നവരെ അവനെ നിർത്തുമെന്ന് പറഞ്ഞു. കാരണം കോടതിയെ അപമാനിച്ചുകൊണ്ട് അവൻ നടന്നത്. നിന്റെ ഉള്ളിൽ ദൈവമാണ് താമസിക്കുന്നത്, പറയുന്ന സൂക്ഷിച്ചോണം. അതുകൊണ്ടാണ് നിങ്ങളുടെ വായിൽ നിന്ന് ദൂഷണം, ദുർഭാഷണം ഇതൊക്കെ വിട്ടുകളയും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹി ലീവ്സ് ഇൻ us. അപ്പം ആ ഭയം നമുക്ക് വേണം.